ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനലിൻ്റെ ഉടമ അവിടെ കിടപ്പുണ്ട് കേട്ടോ. ചാനലുടമ അവിടെ കിടപ്പുണ്ട്. ഞാനേ ഉറക്കമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ മാളു ചെറിയ ചെറിയ പരിപാടികൾ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ നല്ല ഉറക്കത്തിൽ ആങ്ങളെയും പെങ്ങളെയും കൂടി കടയിൽ പോകുന്നതും എല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്. അത് വാങ്ങാൻ പോവാന്നൊക്കെ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞായിരുന്നു അമ്മ എനിക്ക് കുറച്ച് വളയൊക്കെ മേടിച്ച് തരണം പച്ച കളറിന്. മോള് നമ്മുടെ വയനാട്ടിൽ പോയപ്പോൾ എൻ്റെ കല്യാണ സാരി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോള് കല്യാണ സാരി എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അമ്മേൻ്റെ കല്യാണത്തിന് ഒരുങ്ങി ഇതുപോലെ ഒരുങ്ങാന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇവിടെ ഇപ്പം അവളത് ഞാൻ ഒരുങ്ങി വന്നപ്പോഴത്തേക്കും എനിക്ക് സാരി ഉടുക്കാൻ അറിയത്തില്ല കേട്ടോ. പക്ഷെ മോള് കറക്റ്റായിട്ട് സാരി ഉടുത്ത് വെച്ചിട്ടുണ്ട്. മുഖത്തിനൊക്കെ എൻ്റെ ചെറിയൊരു ഇടിമീരുണ്ട് കേട്ടോ. ചെറിയൊരു വയ്യായ്ക ഉള്ളതുകൊണ്ട് ഒരു നീരൊക്കെ ഉണ്ട്. അപ്പോൾ മാളെ നോക്കുമ്പോൾ കറക്റ്റായിട്ട് ഞാനും ആ കുട്ടിയും കൂടി എണീറ്റ് വന്നപ്പോഴത്തേക്കും മാളൂസ് ഇവിടെ ഒരുങ്ങിയിരിപ്പുണ്ട്. സാരിയൊക്കെ കൊടുത്തേ. അതിന് വേണ്ട സാധനങ്ങളും മേടിച്ച് വെച്ചിട്ടുണ്ട്. അതിന് മുമ്പ് നമ്മുടെ ആദൂട്ടിനെ കാണിച്ചു തരാം. ഇന്ന് ഇച്ചിരി നേരം നിലത്ത് കിടത്തേക്കുവാണ്. വേറെ ഒന്നുമല്ല, എനിക്ക് ഒരുപാട് പ്രാവശ്യം എടുത്തുകൊണ്ട് നടക്കാൻ പറ്റണില്ല കേട്ടോ. എടുത്തുകൊണ്ട് നടക്കാൻ തീരെ പറ്റുന്നില്ല. അതുകൊണ്ട് കുറച്ച് നേരം നിലത്ത് കിടത്തേക്കുവാണ്. നിലത്ത് കിടത്തിയതിൻ്റെ കുശൃതിയൊക്കെ ഇവിടെ ഉണ്ട്. നിലത്ത് കിടക്കുന്ന ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. ഇവിടെ ഉണ്ട് കേട്ടോ. ചേച്ചി അമ്മയുടെ സാരി കൊടുത്ത് കണ്ടോ? ഊരി വയ്ക്കാൻ പറ പെണ്ണിനോട്. കല്യാണ സാരി ഒന്ന് പറയൂ, ഊരി വയ്ക്കാൻ. എന്നാൽ പെണ്ണിനോട് കല്യാണ സാരി ഊരി വയ്ക്കാൻ പറ അമ്മയുടെ. ഒന്ന് പറഞ്ഞേ മാളു. ഊരിട്ട് മാളു അമ്മയുടെ സാരി കൊച്ചു പറയണേ. അപ്പം അതുട്ടി ഇവിടെ കിടന്ന് കളിക്കുവാണ് കേട്ടോ. അമ്മയുടെ സാരി എടുത്തെന്ന് പറഞ്ഞതിനാണ് മോത പോയത്. അതുട്ടി ഇവിടെ കിടന്ന് കളിക്കുവാണ്. മാളു കൊച്ച് സാരി കൊടുത്താണ് നിൽപ്പുണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ ഉറങ്ങി എണീറ്റേ ഉള്ളൂ. ഇത് നാളെ ആയിരിക്കും വീഡിയോ വരുള്ളൂ കേട്ടോ. ഞായറാഴ്ചത്തെ വീഡിയോ ആണ്, നാളെ വരുള്ളൂ. പക്ഷേ മാളു കൊച്ചിന് സൂപ്പറായിട്ട് ഉടുത്തു കേട്ടോ. അപ്പോൾ അവളുടെ അച്ഛനെ വിളിച്ച് കാണിച്ചു കൊടുത്താൽ പറയാം, എന്നാൽ ഇനി ചുരിദാറും പാൻറ്റും ഒന്നും വാങ്ങണ്ടേ, ഇനി മാളു സാരി മേടിച്ച് കൊടുത്താൽ മതി എന്ന്. മാള് എന്തെന്നൊക്കെ ചോദിച്ചിരിക്കുന്നുണ്ട് മാളുവിൻ്റെ അച്ഛനോട്. അപ്പം മാള് വളയൊക്കെ മേടിച്ച് വെച്ചാൽ കാണിച്ചു തരാവേ. ആണ് കേട്ടോ വള മേടിച്ച് വെച്ചേക്കുന്നേ. വളയ്ക്കകത്ത് വാച്ചും ഉണ്ടാ. ഇതാണ് മാളുക്കൊച്ച് വള മേടിച്ച് വെച്ചേക്കുന്നത് കേട്ടോ. വളയൊക്കെ മേടിച്ച് വെച്ച് പിന്നെ ഇത് മാളു താകരാൻറ്റി എന്നാലും ഉടുത്ത എനിക്ക് മാളു താകര വന്നിട്ടുണ്ട്. അയ്യോ മുല്ലപ്പൂ കേട്ടോ. ഞാൻ കല്യാണത്തിന് ആ കയ്യിൽ ഈ വളയായിരുന്നു സ്വർണ്ണവളയും, മറ്റേ കയ്യിൽ പച്ചവളയായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ മാളുക്കൊച്ചിട്ടത്. എല്ലാം മേടിച്ചുകൊണ്ട് വന്ന് സെറ്റപ്പ് ആക്കിയിട്ടിരിക്കുവാണ്. മുഖമൊക്കെ കാണിച്ചു തരാം. മുഖം മാത്രം കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടില്ലേ? മാളൂസേ അവിടെ ഒരുത്ത പൊട്ടൊക്കെ തൊട്ട് കണ്ണൊക്കെ എഴുതിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാനിവിടെ വെറുതെ ഇരിക്കുവാണ്. അതുട്ടി അവിടെ വെച്ചോണ്ടിരിക്കുക. അപ്പം നമുക്ക് മാളൂസ് ബാക്കിയും കൂടി ചെയ്തിട്ട് കാണാവേ. കല്യാണ സാരിയൊക്കെ കൊടുത്ത് മോൾ ഒരുങ്ങുന്നു കേട്ടോ. എല്ലാ വീട്ടിലും പെൺപിള്ളേർ ഇങ്ങനെയാണോ എന്ന് പറയണേ, ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. മാളൂസ് ഇങ്ങോട്ട് നോക്കിയേ, കണ്ടോ സെറ്റായിട്ടുണ്ട് ഞങ്ങളുടെ രാജകുമാരി. സാരിയൊക്കെ കൊടുത്തത് അത് അവളെ മേശപ്പുറത്ത് ഇപ്പോൾ ഒരുങ്ങിയതിൻ്റെ കോലമാണേ. അത് സെറ്റായിട്ടുണ്ട്. സൂപ്പറല്ലേ? സൂപ്പർ പൊളിയാണ് കേട്ടോ മാളൂസേ. മാളൂസ് നിന്നെ കണ്ടോ, അങ്ങനെയുണ്ട്. സെറ്റപ്പായില്ലേ? അടിപൊളിയായിട്ട്. ആദൂട്ടിക്ക് കുശുമ്പാണ്. ഞാൻ പറഞ്ഞ അമ്മയുടെ സാരി കൊടുത്തേക്കുന്നതെന്ന് അതിൻ്റെ കുശുമ്പാണ് ആദൂട്ടിക്ക്. പൊളിച്ചു, അടിപൊളിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ചെന്തോ ചെറിയ ചെറിയ പരിപാടിയും കൂടി. ഇനി എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ചുട്ടി വെക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ബാക്കിയും കൂടി വെക്കട്ടെ കേട്ടോ. നമ്മുടെ മാളു നെറ്റിപ്പട്ടം കിട്ടുവാണ്. നെറ്റിപ്പട്ടം നെറ്റിച്ചുട്ടി. നെറ്റിപ്പട്ടമല്ല, നെറ്റിച്ചുട്ടി. ഇങ്ങോട്ട് തിരിഞ്ഞ് കമ്മലും കൂടി മാറ്റട്ടെ കേട്ടോ. അതിന് സുന്ദരി നല്ലോണം പറയണേ. അവനെൻ്റെ സാരി ഉടുത്തത് കുശുമ്പായിട്ടുണ്ട്. മാളുക്കൊച്ച് ഞാൻ പറഞ്ഞു നെറ്റിപ്പട്ടെന്ന് നെറ്റിച്ചുട്ടിയൊക്കെ ഇതാക്കിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സുന്ദരി കൊച്ചായില്ലേ ഞങ്ങളുടെ കൊച്ച്? സുന്ദരി കൊച്ച് ആദൂട്ടി പറയുന്നുണ്ടാന്ന്. മാളൂര് സാരി ഉടുത്തിട്ട് എങ്ങനെയുണ്ട്? കനമുണ്ടോ? എനിക്കന്ന് കല്യാണത്തിനൊന്ന് ഭയങ്കര കനായിരുന്നു കേട്ടോ. വേദനിക്കുന്നുണ്ടല്ലേ? ഭയങ്കര കനായിരുന്നു കേട്ടോ. ഇത് രാവിലെ തൊട്ടൊരു വൈകുന്നേരം വരെ ഉടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എൻ്റെ അഫീസ് കൂട്ടിപ്പോയ സാരിയാണ്.
രസമുണ്ട്. അങ്ങോട്ട് നീങ്ങിയത് മുത്ത, അങ്ങോട്ട് നീങ്ങിക്ക്. കണ്ടോ? ഓ, ഞാനന്ന് ചുമന്ന ലിപ്സ്റ്റിക്കായിരുന്നു. ഇതല്ലേ ഏകദേശം ഒരേപോലെ കേട്ടോ. ഞാൻ ഇച്ചിരി മുല്ലപ്പൂ കൂടുതലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം ഏകദേശം എല്ലാം ഒരേപോലെ. അങ്ങോട്ട് നീങ്ങി, ഇങ്ങോട്ട് നീങ്ങിക്ക്. എല്ലാം ഒരേപോലെ ഉണ്ട് കേട്ടോ. എനിക്കിച്ചിരി മുല്ലപ്പൂ ഉണ്ടായിരുന്നു അന്ന് കേട്ടോ. അപ്പോൾ മാളൂസിന് മുല്ലപ്പൂ ഇല്ല, അത്ര മാത്രമേ ഉള്ളൂ. വേറെ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഞങ്ങളെ കാണാൻ ഒരേപോലെയല്ല. മാളു ഉള്ളത് മാളൂൻ്റെ അച്ഛനെ പോലെയാണ്. അതുകൊണ്ട് കുറച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും അല്ലേ. അപ്പോൾ ഇവളെന്തോ ഷോർട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയതാണ്. അന്നേരം ഞാനതൊരു ലോങ് വീഡിയോ നീട്ടി വലിച്ചങ്ങ് എടുത്താണ്. അപ്പോൾ നാളത്തേക്ക് ഒരു ലോങ് വീഡിയോ ആയല്ലോ. എന്തായാലും എനിക്ക് സാരി ഉടുക്കാൻ പറ്റിയെന്നുള്ള പരാതി മാറി. മാളു എനിക്ക് എന്നെ സാരി ഉടുപ്പിച്ചു തരും. മാളു സമൻ സാരി ഉടുപ്പിച്ചു തരണേ. അപ്പം ഇനിയിപ്പോൾ മാളു എന്താ ചെയ്യുന്നതെന്ന് നോക്കട്ടെ. ഷോർട്ട് വീഡിയോ എന്താ നോക്കട്ടെ, എന്നിട്ട് കാണാം. വിളിച്ചു നോക്കൂ. അവന്റെ വീട്ടിലേക്ക് ഓട്ടോ ഒന്നും പോവില്ല, നടന്നു പോണം. വീഡിയോ ആണോ? അതിൽ ഇത്ര തവണ നമ്മുടെ ചേച്ചിയാണ് മേക്കപ്പ് പാണ്ടി. ഇല്ലല്ല, മേക്കപ്പ് സുന്ദരി. എന്റെ ചേച്ചി റാണി പോലെ എന്നും സുന്ദരി. ഇത് മാളു ഒരുങ്ങി കഴിഞ്ഞിട്ടുള്ള ലുക്കാണ് കേട്ടോ. ഉണ്ണിക്കുട്ടൻ മാളു കൊച്ചിനെ ഇരുന്ന് കുറേ നേരം കളിയാക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ പോലെ ആയില്ലേ. മുണ്ണി പറയുന്നുണ്ട് ഇപ്പൊ അമ്മേനെ പോലെ ആയല്ലോ മാളു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആദൂട്ടിക്കാണേലും സന്തോഷാണ്. അല്ല, അമ്മേനെ പോലെ അമ്മേന്റെ കല്യാണത്തിന്റെ പോലെയായി. പക്ഷേ 16 കൊല്ലം മുമ്പുള്ള സാരിയാണ് കേട്ടോ. ഈ കൊല്ലം വരുമ്പോ 17 വർഷം, 18 കൊല്ലം മുമ്പുള്ള സാരിയാണ് കേട്ടോ. അപ്പം 18 കൊല്ലമായി കല്യാണമൊക്കെ കഴിഞ്ഞിട്ട്. അന്നേരമുള്ള സാരിയാണ് മാളു എടുത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പം എന്തായാലും മക്കൾ ഇങ്ങനെ ചെയ്യുമെന്നുള്ള കാര്യം എനിക്കിപ്പോൾ ഉറപ്പായി. അവൾ മാറി മോളുസേ കണ്ടോ. മോളുസ് എന്നാൽ സെറ്റായിട്ട് കൊടുത്തായിരുന്നു. ചുട്ടിയും ചട്ടിയൊക്കെ അവൾ എടുത്ത് കളഞ്ഞു കേട്ടോ. അതവൾക്ക് എന്തോ ബുദ്ധിമുട്ടായിട്ട് അവൾ എടുത്തിപ്പോൾ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. നല്ല സാരി ഉടുക്കേണ്ടവർ മാളുമായിട്ട് കോൺടാക്ട് ചെയ്തോളൂ. മാളു നന്നായിട്ട് സാരി ഉടുത്തിരുന്നതായിരിക്കും. സാരി ഉടുക്കേണ്ടവർ 9166 ആ നമ്പറിലേക്ക് വിളിക്കുക. മാളു നന്നായി സാരി ഉടുത്ത് ഒരുക്കി തരുന്നതായിരിക്കും കേട്ടോ. മാളൂസിനോട് ഞാൻ പറഞ്ഞേ ബ്യൂട്ടീഷ്യന് പോയിക്കോളാം. പക്ഷേ മാളൂസിന് ബ്യൂട്ടീഷ്യന് ഇഷ്ടമല്ല പോലും. മാളൂന് മെഡിസിനാണ് ഇഷ്ടം. ബ്യൂട്ടീഷ്യൻ അവൾക്ക് സ്വന്തമായിട്ട് ഒരുങ്ങാൻ അവൾ മാത്രം മതി. അതിന് ബ്യൂട്ടീഷ്യൻ പഠിക്കേണ്ടതെന്ന്. മാളൂസിനപ്പം ഇതാണ് ഇഷ്ടം. അങ്ങോട്ട് നീങ്ങിന്നേ. എല്ലാവർക്കും ഇഷ്ടമായില്ലേ? മാളൂസ് ഒരുങ്ങിയത് എല്ലാവർക്കും ഇഷ്ടമായോ? വാ തുറക്കത്തില്ല കേട്ടോ. വാ മാത്രം മാളു തുറക്കത്തില്ല. അതാരും പ്രതീക്ഷിക്കരുത്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ തുറക്കുമായിരിക്കും അല്ലേ. കുറച്ച് ദിവസം കഴിഞ്ഞാൽ തുറക്കുമായിരിക്കും. ഇപ്പോൾ അവൾ മൂകയാണ്, മൂളുള്ളൂ കേട്ടോ. അങ്ങോട്ട് മാറിയുന്നേ. മൊത്തത്തിൽ നോക്കട്ടെ, കാണിച്ച്. ഇതാണ് ഫൈനൽ ലുക്ക് വന്നേക്കുന്നത്. ഇതാണ്. കുറച്ച് നേരത്തെ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ചേച്ചി ഇതിലേ പോയി. അന്നേരം എന്താണ് ഇതെന്ന് ചോദിച്ച് ഇങ്ങോട്ട് കയറി വന്നു കേട്ടോ. അപ്പോൾ താഴത്തോട്ട് കാണിച്ചു തരാം. ദേ അവിടെ ആദൂട്ടി കിടന്ന് നോക്കുന്നുണ്ട്. ഡും 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 ഡും. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അടിപൊളിയായില്ലേ? എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. പട്ടിയാണെങ്കിൽ നിർത്താതെയുള്ള കുറയാണ്. എന്താണെന്ന് ആർക്കറിയാം. നമ്മളിവിടെ ഒരു സാരി കൊടുത്ത് വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പോഴാണ് പട്ടിയുടെ കുര. പട്ടീനോട് പിന്നെ ഉണ്ടായിരിക്കാൻ പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ മാളൂസ് ഇതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ സാരി എടുത്ത് മടക്കി വെക്കേണ്ടതെന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഒക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പം ഞാൻ ആദൂട്ടിയൊക്കെ ആയിട്ട് വന്നിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതാണ് ഫൈനൽ ലുക്ക്. ഇനി ആദൂട്ടിയായിട്ട് കാണാവേ. പറഞ്ഞായിരുന്നു വൈൻഡപ്പ് ചെയ്യാൻ നമ്മുടെ ആദൂട്ടീനെ കൊണ്ട് വരാമെന്ന്. അതുകൊണ്ട് ആ വീഡിയോ വൈൻഡപ്പ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം മാളൂസ് അമ്മയുടെ സാരിയൊക്കെ കൊടുത്തത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ മാളു ചേച്ചി ഞങ്ങളുടെ രാജകുമാരിയാണ് കേട്ടോ. ഞങ്ങളുടെ രാജകുമാരിയാണ്. സാരിയൊക്കെ കൊടുത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കാൻ മറക്കരുത്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ആദ്യമായിട്ട് വരുന്നതായിരിക്കും. ടാറ്റ ബൈ ബൈ ഉമ്മ.